വെൽക്കം ബാക്ക് ടു കൊമേഴ്സ് ലേണർ. ഇന്നത്തെ +1 അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസറും ഒന്ന് നമുക്ക് വിശകലനം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ. നമുക്ക് തന്നിരിക്കുന്ന ആൻസേഴ്സ് റിലയബിലിറ്റി, റെലവൻസ്, കമ്പയറബിലിറ്റി, മെഷറബിലിറ്റി. നോട്ട് എന്നാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ മെഷറബിലിറ്റി. സെക്കൻഡ് വൺ, ബോട്ട് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. ദി ഇഫക്റ്റ് ഓഫ് ദിസ് ട്രാൻസാക്ഷൻ ഈസ്. ഇപ്പൊ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, കടമായിട്ടാണ് വാങ്ങിയത്. അപ്പൊ അസറ്റ് ഇൻക്രീസ് ചെയ്തു, ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തു. ബി ആണ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, ടാക്സ് ദാറ്റ് ഈസ് ലെവിഡ് ഓൺ ദി ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ഇന്ത്യ. ആൻസർ സി ആണ്, ഇന്റഗ്രേറ്റഡ് GST. ഫോർത്ത് ക്വസ്റ്റ്യൻ, ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ്. റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് ബുക്കിലാണ്. ബോട്ട് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, പർച്ചേസ് ഡേ ബുക്ക് അല്ലെങ്കിൽ പർച്ചേസ് ജേണൽ. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ടു. ആൻസർ സി, റീകൺസൈൽ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് ബാലൻസസ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, കോസ്റ്റ് ഓഫ് ദി അസറ്റ് 80,000, സ്ക്രാപ്പ് വാല്യൂ 10,000, യൂസ്ഫുൾ ലൈഫ് 10 years. ഫൈൻഡ് ആനുവൽ ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ കാണാനുള്ള ഇക്വേഷൻ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ് ടൈം. അപ്പൊ കോസ്റ്റ് 80,000 മൈനസ് സ്ക്രാപ്പ് വാല്യൂ 10,000 ഡിവൈഡഡ് ബൈ 10. അതായത് നമുക്ക് ആനുവൽ ഡിപ്രീസിയേഷൻ കിട്ടുന്നത് 7,000. സെവൻത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട് വിത്ത് റിഗാർഡ് ടു ഡയറക്ട് എക്സ്പെൻസ്. ഓഡ് വൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ ആൻസർ വരിക ഡി ആണ്, ഓഫീസ് റെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എയ്ത്ത് ക്വസ്റ്റ്യൻ, ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ്. ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്, ലയബിലിറ്റി ആണ്. അപ്പോൾ എ ആണ് ആൻസർ കിട്ടും. Then next, answer any 3 questions from 9 to 13. Each question carries 2 marks. നോക്കാം നമുക്ക്. Question number 9. Journalize the following adjustments. Rent paid in advance. Prepaid rent ആണ് journal entry വരിക. Prepaid rent account dated to rent account. Then second, depreciation on furniture. Journal entry, depreciation account dated to furniture account. Question number 10. Choose the correct answer from brackets. Expenditure incurred to increase earning capacity of business. ബിസിനസിന്റെ ഏർണിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി വരുന്ന എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. സെക്കൻഡ്, എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ടു മെയിൻറ്റെയിൻ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ബിസിനസ്. ആൻസർ റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്വസ്റ്റ്യൻ നമ്പർ 11. State whether the following items are shown as debit balance or credit balance in trial balance. First one, bank overdraft, അത് credit balance ആണ്. Stock, debit balance. Capital, credit balance. Rent received, credit balance. Next question, 12. Mention any 2 transactions to be recorded through journal proper. ജേണൽ പ്രോപ്പറിൽ നമ്മൾ എഴുതുന്ന 2 ട്രാൻസാക്ഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഐറ്റംസ് അതർ ദാൻ ഗുഡ്സ്, അതായത് ബിസിനസ് ഡീൽ ചെയ്യാത്ത ഐറ്റംസ് പർച്ചേസ് ചെയ്യുമ്പോൾ അത് നമ്മൾ എഴുതും. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആസ് ഫ്രീ സാമ്പിൾസ് ഫോർ സെയിൽസ് പ്രൊമോഷൻ. അതുപോലെ ലോസ് ഓഫ് ഗുഡ്സ് ബൈ ഫയർ, തെഫ്റ്റ് എക്സെട്ര, ഇതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ജേണൽ പ്രോപ്പറിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 13. എ ബിസിനസ് മാൻ സൈൻസ് എ കോൺട്രാക്ട് ഓൺ 10th January 2024 to deliver a software by 31st March 2024 with a price of rupees 15,000. The software was delivered on 25th March 2024. Client pays the entire amount on 10th April 2024. നമ്മളിവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ ഇതാണ്, വെൻ ഷുഡ് ദി ബിസിനസ് മാൻ റെക്കഗ്നൈസ് ദിസ് റവന്യൂ അക്കോർഡിംഗ് ടു റവന്യൂ റെക്കഗ്നീഷൻ കൺസെപ്റ്റ്. റവന്യൂ റെക്കഗ്നീഷൻ കൺസെപ്റ്റ് അനുസരിച്ച് ആ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് റെക്കോർഡ് ചെയ്യുന്നത്. അതായത് 25th മാർച്ചിലാണ് ആ ട്രാൻസാക്ഷൻ അവിടെ നടക്കുന്നത്. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ദി റവന്യൂ റെക്കഗ്നീഷൻ കൺസെപ്റ്റ്. അതായത് ആ ടൈറ്റിൽ പാസ് ചെയ്യുമ്പോൾ, റവന്യൂ റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ നടക്കുന്നത് എപ്പോഴാണ്, വെൻ ദി ടൈറ്റിൽ പാസസ് ടു ബയർ. ആ ടൈറ്റിൽ അതുപോലെ ഓണർഷിപ്പ് ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എപ്പോഴാണോ അതാണ് നമ്മൾ റെക്കോർഡ് ചെയ്തതാണ് റവന്യൂ റെക്കഗ്നീഷൻ. ദെൻ 3 marks question. 14th question, calculate cost of goods sold and gross profit or loss.
കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതുപോലെ തന്നെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്കിവിടെ ആൻസർ കിട്ടുന്നത്, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത് 26,500 ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടുന്നത് 63,500. അതല്ലെങ്കിൽ ഇപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചാൽ നമുക്ക് ബാലൻസിങ് ഫിഗർ ഇത് കിട്ടും. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ, അതായത് 2 or 3 ടൈംസ് വായിക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുകയുള്ളൂ. അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ടൈം അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ കിട്ടുക എന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. അവരെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പൊ നമ്മുടെ കുട്ടികളോട് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ കാര്യം അതാണ്. ആ ക്വസ്റ്റ്യൻ അവർക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കി ആൻസർ ചെയ്യാനായിട്ട് സമയം എടുത്തു. അങ്ങനെയുള്ളൊരു അഭിപ്രായമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 15. ഐഡന്റിഫൈ ദി ട്രാൻസാക്ഷൻസ് ഫ്രം ദി ഫോളോയിങ് ജേർണൽ എൻട്രീസ്. Drawings account debtor to bank account. Withdrew cash for personal use from bank. ബാങ്കിൽ നിന്ന് പേഴ്സണൽ യൂസിന് വേണ്ടി പിൻവലിച്ചു. സെക്കൻഡ് വൺ, ക്യാഷ് അക്കൗണ്ട് debtor to bank account. Withdrew cash from bank. Third, drawings account debtor to purchase account. Withdrew goods for